എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ വീഡിയോ നമ്മുടെ ടൂറിസം മന്ത്രിയുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ്. ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൽ ഈ വേളി ഈ ടൂറിസം വില്ലേജിനെ കുറിച്ചുള്ള വാർത്തകൾ വായിച്ചപ്പോൾ വളരെ സങ്കടം തോന്നി. എനിക്ക് മന്ത്രി പലപ്പോഴും വലിയ പ്രസ്താവനകളൊക്കെ ഇറക്കാറുണ്ട്. പല രാജ്യങ്ങളിലൊക്കെ പോയി ഈ ടൂറിസത്തിനെ പറ്റി പഠിക്കാനൊക്കെ പോകുമല്ലോ. നിങ്ങളുടെ ഏതാനും കിലോമീറ്റർ ഉള്ളിലൊക്കെ ഇതിനെപ്പറ്റി വല്ലപ്പോഴും കൊണ്ട് വന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. എല്ലാം അത് നല്ല രീതിയിൽ ചെയ്തത് അവസാനം എല്ലാം ഉപയോഗശൂന്യമായി മാറിയിരിക്കുന്ന ഒരവസ്ഥയാണ്. ആവശ്യമുള്ള ബോട്ടുകളെല്ലാം നശിച്ചു. റെസ്റ്റോറൻറ്റ് എന്തെങ്കിലും ആഹാരം കഴിക്കുമ്പോൾ ചോർച്ച. വരുന്ന ടൂറിസ്റ്റിന് അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള ടോയ്ലറ്റുകൾ പോലും ഇല്ല. വളരെ മോശമായ ഒരു സ്റ്റേജിലെത്തിയിരിക്കുന്നു. പഴയ കുറച്ച് ലൈഫ് ജാക്കറ്റുകൾ. എന്താണ് ടൂറിസം മന്ത്രി ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നതിൻ്റെ അർത്ഥം? താങ്കൾ കയ്യിൽ വച്ചിരിക്കുന്ന രണ്ട് വലിയ വകുപ്പുകളാണല്ലോ. ഏറ്റവും കൂടുതൽ വരുമാനം വരുന്ന വകുപ്പുകൾ, ചിലവഴിക്കാമെന്നുള്ള വകുപ്പുകൾ, എന്തും ഇഷ്ടത്തിന് ചെയ്യാമെന്നുള്ള ഈ വകുപ്പുകളാണ്. പാവം പിടിച്ച മനുഷ്യൻ്റെ നികുതി പണം കൊണ്ട് എന്തിനാണ് ഇങ്ങനെ അമ്മാനമാടുന്നത്? ഇപ്പം നിങ്ങളെപ്പോലെയും മറ്റു പണക്കാരെപ്പോലെയും ഈ വെക്കേഷൻ സമയത്ത് കുട്ടികളും കൊണ്ട് ഇന്ത്യക്ക് പുറത്തു പോയി ഫ്ലൈറ്റിൽ കയറിയൊക്കെ കാഴ്ചകൾ കാണിക്കാനുള്ള സാഹചര്യമുള്ള ആൾക്കാരല്ല. കാരണം ഓരോ ദിവസവും നിങ്ങളുടെ കൈപുണ്യം കൊണ്ട് മനുഷ്യൻ ദരിദ്രത്തിൽ നിന്നും ദരിദ്രത്തിലേക്ക് കൂപ്പുകുത്തുകയാണ്. പക്ഷേ അറ്റ്ലീസ്റ്റ് പ്രകൃതി രമണീയമായ ഈ ഒരു ലേക്കിന് ഈ അവസ്ഥയിൽ നിങ്ങൾ എത്തിക്കുന്നതിന് അതിലും നിങ്ങൾക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടാവും, എന്നൊക്കെ ആയിക്കോളൂ. പക്ഷെ ഒന്നും മനസ്സിലാക്കുക, ഇതൊക്കെ പാവപ്പെട്ടവൻ്റെ അധ്വാനത്തിൻ്റെ കീശയിൽ നിന്ന് എടുത്തൊക്കെ ഉണ്ടാക്കിയതാണ്. കോടികളുണ്ടാക്കി സംവിധാനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിട്ട് നിങ്ങളതിനൊരു പുല്ല് വരെ പോലും കൊടുക്കുന്നില്ല. നിങ്ങളതിനെ കറങ്ങി ചുറ്റി കുറേ പ്രസ്താവനകൾ നടത്തി നിങ്ങൾക്കറിയാത്ത വകുപ്പും കയ്യിൽ വെച്ച് പബ്ലിക്കിനെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഈ പ്രവണത നിങ്ങളിൽ തീർക്കുക. എന്തിനാണ്? എനിക്കറിയാം, നിങ്ങളുടെ തലപ്പത്തിരിക്കുന്നവരും കാണിക്കുന്ന അത് തന്നെയാണ് നിങ്ങളും കാണിക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളെ സാധിക്കാണ്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചില ടൂറിസ്റ്റ് ഒക്കെ ചില കാഴ്ച ഈ ഗസ്റ്റ് ഹൗസിലൊക്കെ പോയി ടോയ്ലറ്റ് ക്ലീൻ അല്ല, അവിടെ പേപ്പർ കിടക്കുന്നു, അത് കിടക്കുന്നു, ഇതൊക്കെ കാണിക്കും. ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വരില്ല. ഇപ്പോഴും ആ പ്രദർശനം ഒന്നും ഇപ്പോൾ കാണാനില്ല. എന്തുകൊണ്ട് നിങ്ങളിവിടെ ഈ വെളി ലേക്കിൽ വന്ന് അതിനുള്ള അടിയന്തരമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നില്ല? ഇപ്പം നിങ്ങൾക്ക് അറിയുമല്ലോ, ഇപ്പോൾ ഹോളിഡേ ആണ്. പാവം പിടിച്ച കുടുംബങ്ങൾ അവരുടെ കുഞ്ഞുങ്ങളായിട്ട് വരുമ്പോൾ ഇത്തിരി ബോട്ട് യാത്ര ചെയ്യാനോ പലതിനുള്ള സൗകര്യങ്ങൾ അവിടെ ഉള്ളതാണ്. അതിനെ മെയിൻ്റെനൻസ് ചെയ്യുന്നില്ല. ഇനി അതിന് വലിയ കോൺട്രാക്റ്റും വലിയ ഇതും ആരെങ്കിലും നോക്കി വെച്ച് അവർക്ക് ജോബ് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണോ എന്നറിയില്ല. അതുകൊണ്ട് പബ്ലിക്കിനെ ഉപദ്രവിക്കാതിരിക്കുക. മന്ത്രിയോട് അപേക്ഷിക്കുകയാണ്. നിങ്ങളെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ വച്ചൊഴിക്കുക, വേറെ ആർക്കെങ്കിലും ഏൽപ്പിക്കുക. നിങ്ങൾക്ക് അറിയാത്ത പണികളാണ് നിങ്ങൾക്ക് ഏറ്റെടുത്തതും നിങ്ങളെ ഏൽപ്പിച്ചതും. അതിൻ്റെ ശിക്ഷ ഞാനടക്കമുള്ള പബ്ലിക്ക് അനുഭവിക്കണോ? സോ പ്ലീസ്, നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ആ ടൂറിസ്റ്റ് വില്ലേജിൻ്റെ ശോചനീയ അവസ്ഥ നിങ്ങൾ മാറ്റിയെടുക്കുക. വല്ല മാമാങ്കളും കറക്കി ഇപ്പോൾ ടൂറിസം കേരളം ഇന്ന റാങ്കിങ്ങിലാണ്. എന്ത് റാങ്കിങ് ആയിരിക്കുന്നത്? നിങ്ങൾ വെറുതെ ഈ പ്രസ്താവനകൾ ഇറക്കുമ്പോൾ മനസാക്ഷിയും സത്യസന്ധമായ പ്രസ്താവനകൾ ഇറക്കുക. ചുമ്മാ ഇത്രയും കാശും മുടക്കി ഇത്രയും ഇത് ചെയ്തൊരു മനുഷ്യൻ അവിടെ എന്തെങ്കിലും ഒരു അപകടത്തിൽപ്പെട്ടാൽ അവിടെ ഒരു സൗകര്യമില്ല. സേഫ്റ്റി ആംഗിളിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ബിഗ് സീറോ. ഇത്രയും കാശ് മുടക്കിയതല്ലേ പബ്ലിക്. പിന്നെന്താണ് നിങ്ങൾക്ക് ഈ ഏതാണ്ട് ഈ കടം വാങ്ങി എന്തെങ്കിലും ഒരു ടെൻഡർ ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് കൊടുത്ത് എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്ന ഈ ഒരു സംവിധാനം ഇനിയെങ്കിലും നിർത്തുക. ഇത് നല്ല കാര്യങ്ങളല്ല. നിങ്ങൾ എല്ലാ കാലവും ഇങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റിയില്ല. പ്രായോഗികമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക. നിങ്ങളുടെ കടമകൾ നിങ്ങൾ നിർവഹിക്കാൻ നോക്കുക. ഞങ്ങളെപ്പോലുള്ളവരുടെ മുന്നിൽ ഞങ്ങളെപ്പോലുള്ളവരെ നിങ്ങൾ ഉപദ്രവിക്കാതിരിക്കുക. പബ്ലിക്കിനൊന്ന് അവിടെ കുഞ്ഞുങ്ങളായിട്ട് പോയി ഇരിക്കാനുള്ള ഒരു അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക. ദയവ് ചെയ്ത്
നിങ്ങൾക്ക് വിവരങ്ങൾ വ്യക്തമായിട്ട് അറിയണമെങ്കിൽ ഇന്നത്തെ മാതൃഭൂമി എടുത്ത് നോക്കുക. നിങ്ങൾക്ക് അതിലെല്ലാം വ്യക്തമായിട്ട് അറിയുന്നുണ്ട്. ഞാൻ ഇനി അതിനെ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. ആ വാർത്ത കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. അങ്ങനെയാണ് ഈ ഒരു വാർത്ത ഇങ്ങനെ ഈ ഒരു ചെറിയ വീഡിയോ ചെയ്യാൻ ഞാൻ നിർബന്ധിതനായത്. സോ മന്ത്രി റിയാസ് അഹമ്മദിനോട് വീണ്ടും പറയുന്നു, ദയവ് ചെയ്ത്, ഇത് നിങ്ങളുടെ നാടല്ല എന്നറിയാം, നിങ്ങളുടെ സ്വന്തം സ്ഥലമല്ല, അതുകൊണ്ട് അതിനോട് വലിയ താല്പര്യം കാണത്തില്ല. അപ്പോൾ എടുത്ത ഡ്യൂട്ടി മാന്യമായ ഒരു 50% സിൻസിയാരിറ്റി ആ വേളി ലേക്കിനോടൊന്ന് കാണിക്കുക. പാവം പിടിച്ച കുട്ടികൾ ഈ ഹോളിഡേക്ക് അവിടെ വന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം. അതിനുവേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഇമ്മീഡിയറ്റായിട്ട് ചെയ്യാൻ ശ്രമിച്ചാലും, നിങ്ങൾക്ക് അടുത്തല്ലേ, നിങ്ങളുടെ മന്ദിരത്തിൽ നിന്ന് ഈ വേളിയിലേക്ക് വരാൻ വേണ്ടി ചെറിയൊരു ഇതേ ഉള്ളൂ. ഒരു ഫോൺ ചെയ്താൽ അവിടെ പോലീസുകാരെല്ലാം വന്ന് നിങ്ങളെ അകമ്പടിയോട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പൊക്കോളും. അതുകൊണ്ട് എന്തെങ്കിലും ഒരു തീരുമാനം ഉടൻ തന്നെ നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും, വീണ്ടും പത്രവാർത്തകളിൽ ഇങ്ങനെയുള്ള ശോചനീയ അവസ്ഥയെക്കുറിച്ച് വരുത്താനുള്ള സാഹചര്യം നിങ്ങളിലൂടെ സൃഷ്ടിക്കാതിരിക്കുക. കാണാം വീണ്ടും അടുത്ത വീഡിയോയിലൂടെ. താങ്ക് യു.